पति ब्रह्मचारी। എത്ര വലിയ കൊട്ടാരവാ അമ്മേ. ഇതിനകത്ത് താമസിക്കുന്നത് ഒരു രാജകുമാരി തന്നെയായിരിക്കും. എത്ര ഭാഗ്യവതിയല്ലേ. ഈശ, ഈശ, അമ്മേ. ഈശ, ഈശ, അമ്മേ. ഈശ, അമ്മേ. അമ്മ എങ്ങോട്ടാ പോയേ? എന്റെ അടുത്തേക്ക് വാ അമ്മ. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. എവിടെ ഒളിച്ചിരിക്കുക? അമ്മ, അമ്മ. അമ്മേ, എന്നെ ഒറ്റക്കാക്കിട്ട് എങ്ങോട്ടാ പോയത്? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്റെ അടുത്തേക്ക് വാ. രാമ 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 ഗുലാബ് പാൻ മസാല. രാമ 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 രാമ. അത് പിന്നെ അമ്മേ, തിരുമേനി തേങ്ങ ചോദിച്ചിരുന്നു പൂജയ്ക്ക് വേണ്ടി. എവിടെയോ വെക്കണ്ടേ? ഇത് നോക്കിക്കേ, ഇന്നേക്ക് ദിവസമാണ്. വരലക്ഷ്മി നോയമ്പ് നിനക്ക് അറിയത്തില്ലേ? അത് കൊണ്ടുപോയി അവിടെ വെക്ക്. രാമ 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 രാമ. നമസ്കാരം അമ്മേ. സന്തോഷമായിരിക്കും മോനെ. നിന്റെ പ്രശസ്തി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് ബാക്കിയുള്ള ആയുസ് കൂടെ ദൈവം നിനക്ക് തരണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം. രാമ 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 രാമ. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ആദ്യം മുതലേ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എന്റെ മോൻ നിന്റെ കൂടെ ഇരിക്കുമ്പോ നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ആരുടെ അനുഗ്രഹവും ആവശ്യമില്ല. രാമ 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 രാമ. കൃഷ്ണ ഭഗവാനെ, ഈശയുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. രാമ 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 രാമ. പിന്നെയും തലയണ നനഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മോളൂട്ടി എണീറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. ഈ മുറിവ് എന്ത് പറ്റിയച്ചാ? എന്തുപറ്റി?
എന്താ ഇത്? ചുട്കി, ഈശയുടെ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേ, ചുട്കിയല്ല. സരള, നിങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ ഇവരെ എന്തായാലും ശിക്ഷിച്ചേ പറ്റൂ. നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടേയിരിക്കും. ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളാണ് സരള ആന്റി. നിങ്ങളല്ലേ ഇവരുടെ ഹെഡ്. അതുകൊണ്ട് ആദ്യം പണിഷ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പോ ഈ നിമിഷം തന്നെ 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോവാം. അതുപോലെ 4 ദിവസത്തിന്റെ ശമ്പളവും നിങ്ങൾക്ക് കിട്ടില്ല സരള ആന്റി. പക്ഷേ എന്നോട് തർക്കിക്കാൻ നിന്ന പണിഷ്മെന്റ് ഡബിൾ ആവും. ഇനി എന്തിനാ നിൽക്കുന്നേ? പൊയ്ക്കോ അവിടുന്ന്. സരള ജോലിക്കാരിയാ, പക്ഷെ നീ എങ്ങനെ ഇത്ര ഇറസ്പോൺസിബിൾ ആയി? നിനക്കെങ്കിലും അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൂടായിരുന്നോ? ഷോ എന്റെ ഏട്ടാ, എന്തിനാ എന്റെ പാവ എടുത്തി ഇങ്ങനെ വഴക്ക് പറയുന്നേ? മരുമോളെ, ഇവക്ക് ക്രീം മറ്റോ പരട്ടി വിട്. ആ ശരി അച്ഛാ. ഈ പണം സരളാന്റിക്ക് കൊടുക്കണേ. വേറെന്ത് ചെയ്യാനാ? അച്ഛന്റെ വലിയ പണിഷ്മെന്റ് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ചെറിയ പണിഷ്മെന്റ് കൊടുത്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല മുട്ടുവേദനയാ. 4 ദിവസം വീട്ടിലിരുന്ന് അവർക്ക് റെസ്റ്റ് കിട്ടിയതുപോലെ ആയിരിക്കും. നിന്നെ പോലെ നല്ല മനസ്സ് ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ. ഒട്ടും ബഹുമാനമില്ല. എന്തൊരു ശല്യമാ. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നേ. അല്ലേലും ഈ ജോലി വലിച്ചെറിഞ്ഞിട്ട് എന്നേ ഞാൻ ഇവിടുന്ന് പോയേനെ. എന്നെ കൊടുക്കാമെന്ന് കരുതിയതല്ലേ. ഇപ്പൊ 4 ദിവസത്തേക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാലോ, അതും ശമ്പളമില്ലാതെ. സന്തോഷത്തോട് പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. നീയാണോ മയിൽപ്പീലിയ കട്ടില് വെച്ചത്? ഇത്തവണ കേൾക്കേണ്ടത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷെ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും. സരള ചേച്ചി, ഭഗവാനാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം സരളേച്ചി. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പൈസ വാങ്ങിച്ചോളൂ, മടിക്കണ്ട, ഉപയോഗപ്പെടും. ഇല്ലല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേണ്ടെന്ന് പറയരുത്, ഇത് വാങ്ങിച്ചോളൂ. എന്തു പറയാനാ ഭഗവാൻ, എത്ര നല്ല സ്വഭാവ. ആ ഒരുമ്പെട്ടാളാണെങ്കി പൊന്നും മോള്. തന്തപ്പടിയാണെങ്കി മോളെ തലയിലെടുത്ത് വെച്ചിരിക്കുക. കല്യാണം കഴിഞ്ഞ് കെട്ടിയോന്റെ വീട്ടിലേക്ക് പോവില്ലേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്റെ ഭഗവാനെ, നമുക്ക് കണ്ടറിയാം ഏത് രാജകുമാരൻ വന്നിവളെ കെട്ടിക്കൊണ്ടു പോകുന്ന എനിക്കൊന്ന് കാണണം. എന്തിനാടാ വെറുതെ നോ എൻട്രിയിൽ വന്ന് എൻട്രി തരുന്നേ? നിനക്കറിയില്ലേ സൂര്യചേട്ടനുള്ള ഈ ഹനുമാൻ ഗലിയില് ഗുലാബ് പാൻ മസാല അല്ലാതെ വേറെ ഒരു പാൻ മസാലയും വിൽക്കാൻ പറ്റില്ലെന്ന്. ചെന്ന് നിന്റെ ചേട്ടൻ സൂരജിനോട് പറ, ഇനി അങ്ങോട്ട് ഈ ഏരിയ മുഴുവനും എന്റേതാണ്, എന്റേത് മാത്രം. പട്ടികളാണ് ഏറിയ പിരിക്കുന്നത്. ഒരുപക്ഷെ പട്ടി അതിന്റെ ഏറിയ വിട്ടിട്ട് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് വന്നെന്ന് വെച്ചേക്ക്. അതിനുശേഷം അത് കുരയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രശ്നം. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ നിന്റെ ഈ ടെമ്പോ എടുത്തിട്ട് ഏറിയ വിട്ടതിനെ പോയേക്ക്. ഈ സൂരജ് അവന്റെ ശത്രുക്കൾക്ക് 2ാം അവസരം തരുന്ന ശീലമില്ല.
ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയാലല്ലേ രണ്ടാം ഊഴത്തിനെ കുറിച്ചൊക്കെ പറയാൻ. സൂരജ് അവന്റെ ചാവി എപ്പോഴും അവന്റെ കൂടെ തന്നെ വെച്ചേക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാ, എന്റെ ടെമ്പോ ഇവിടുന്ന് മാറ്റി കാണും. അടിപൊളി ചേട്ടാ, നിങ്ങൾ കലക്കിയല്ലോ. अंगद के संग लेने गए सिया, खोज कपी से यह बने उचारो, जीवत ना बची हो. പൊളി ചേട്ടാ, ചേട്ടാ കലക്കിയല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു, എന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും? അയ്യോ ചേട്ടാ, ഒരു സ്ത്രീ. എന്തൊക്കെയാ സംഭവിക്കുന്ന ചേട്ടാ? ബ്രഹ്മചാരി എന്നുള്ളത് ശരിയാ, പക്ഷെ ചേട്ടൻ എങ്ങനെ ഈ സ്ത്രീകളോട് മത്സരിക്കും? ഞാനൊരു പെണ്ണാണ്, നീയാണെങ്കി ബ്രഹ്മചാരി. ഞാനിപ്പോ ഈ താക്കോലെടുക്കുന്നത് നിനക്ക് എങ്ങനെ തടയാൻ പറ്റും? സാറേ നമസ്കാരമുണ്ട്. സൂരജ്, നിന്റെ ശബ്ദത്തിൽ വിജയത്തിന്റെ ഒരു രുചി അറിയുന്നുണ്ട്. ഇതിനുശേഷം മനോഹർ പാൻ മസാല ടെമ്പോ നമ്മുടെ ഏരിയയ്ക്ക് അതൊരു പ്രവേശിക്കില്ല. നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഗുലാബിനെ ശല്യപ്പെടുത്താൻ ആരും തന്നെ വരില്ല. തീർച്ചയായിട്ടും സാറേ. ലക്ഷ്മി നാരായണായ സ്വാഹ. ഓം ഉമാമഹേശ്വരായ സ്വാഹ. ഓം ഇഷ്ടദേവതാഭ്യോ നമഃ സ്വാഹ. സ്വാഹ. വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുക, പക്ഷെ എങ്ങനെയോ ഞങ്ങൾ പിടികൂടി.
തിരുമേനി, എനിക്കിപ്പോൾ ഉടനെ പോയേ പറ്റൂ. നീ എന്തായി ചെയ്യുന്ന ഈശ? ഞാൻ എന്ത് ചെയ്യാന്ന് നീ കാണുന്നില്ലേ? ആരും ഒന്നും കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് എങ്ങനെ ശാന്തി കിട്ടാനാ? മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനാണ് എല്ലാവരും പൂജ ചെയ്യുന്നത്. പക്ഷെ എന്റെ അമ്മ ജീവനോടെ ഉണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്റെ അമ്മ എന്റെ അടുത്ത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. നിന്റെ അമ്മ മരിച്ചുപോയി. നിന്റെ അമ്മ ഒരുത്തി ഉണ്ടല്ലോ, ഈ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും നശിപ്പിച്ചിട്ട് പോയി. നിന്റെ അമ്മയുണ്ടല്ലോ, ഈ കുടുംബത്തിനെ കുറിച്ച് ദുഃഖിച്ചിട്ടില്ല. നിന്റെ അപ്പനെ ഓർത്തും അവൾ വിഷമിച്ചിട്ടില്ല. ദൈവം നിന്റെ അമ്മ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തിരിക്കുന്നു. ഏതോ ഒരുത്തി എന്റെ കുടുംബത്തിന്റെ പേര് നശിപ്പിച്ചോ, അങ്ങനെ ഉള്ളവൾക്ക് വേണ്ടി എന്റെ മകൻ അവളുടെ ആത്മാവിന് ശാന്തി അടയാൻ വേണ്ടി പൂജ ചെയ്യുന്നു. ഇത് മതിയായില്ലേ നിനക്ക്? നീ എന്താ ചെയ്യുന്നേ? അവളെ ജീവനോടെ കൊണ്ടുവരാൻ നോക്കുന്നോ? ഇത് നോക്ക്, ഇതിന് ശേഷവും നീ അവളെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ, ഞാൻ എന്ത് ചെയ്യുന്നു നിനക്കറിയത്തില്ല. മനസ്സിലായോ? എന്റെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അവരുടെ ഹൃദയമെടുപ്പ് എപ്പോഴും കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്? എന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ധൈര്യം നിനക്ക് ആരാടി തമ്മേ? ഞാനിവിടെ ജനങ്ങളെ മാത്രം ഭരിക്കുന്നവനല്ല, അവരുടെ ജീവിതത്തിലെ തീരുമാനവും ഞാനാ എടുക്കുന്നത്. ഇനിയിപ്പൊ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനും സാധിക്കില്ല, അതേപോലെ മരിക്കാനും സാധിക്കില്ല. നിന്റെ ഭാഗ്യത്തിന്റെ തീരുമാനങ്ങൾ ഇപ്പൊ എന്റെ കൈകളിലാണ്. ഞാനാണ് ഇനി നിന്റെ ദൈവം. ഞാൻ ദൈവം ഒരിക്കലും ഇത്ര ക്രൂരനായിരിക്കില്ല. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ വർഷവും ഈ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ പൂജയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഉറപ്പായി എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും എന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടും. എന്റെ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ നിൽക്കും. അപ്പ അമ്മ എന്നെ ചേർത്ത് പിടിക്കും. എന്റെ സമാധാനം നശിച്ചത് കണ്ട് നീ സന്തോഷിക്കാണല്ലേ? ഓർമ്മയിരിക്കട്ടെ, എന്റെ മോള് നിന്റെ നാശത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുക അവിടെ. നീ അവളെ എന്തുമാത്രം സ്നേഹിച്ചാലും ശരി, എന്നെ ഇവിടെ എത്ര കാലം അടച്ചിട്ടാലും ശരി, സത്യം മറച്ചു വെക്കാൻ നീ എത്ര ശ്രമിച്ചാലും ശരി, നിന്റെ ഈ വൃത്തികെട്ട മുഖം എല്ലാരും അറിയുന്ന ഒരു ദിവസം അടുത്തെത്തിയിരിക്കുക. അന്ന് ഞാൻ നിന്റെ കൂടെയുള്ള ഈ ബന്ധം, പിന്നെ നീ ഇട്ടിരിക്കുന്ന ഈ വിലങ്ങും രണ്ടും ഞാൻ മുറിച്ചു മാറ്റും. അതിനുശേഷം അവൾ എല്ലാവരോടും പറയും അവളുടെ അമ്മ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടില്ലെന്ന്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവള് തെളിയിക്കും. എന്നെങ്കിലും ഒരിക്കൽ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ലോകം മുഴുവനും ഉറപ്പായും മനസ്സിലാക്കും. ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന അഗ്നി എത്രത്തോളം പവിത്രമാണോ അത്രയ്ക്കും പവിത്രമാണ് എന്റെ അമ്മയും. രാമരാമ, അമ്മ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് ഈ ഒരു തെളിവ് മാത്രം മതി എനിക്ക്. ഞാനൊന്ന് വിചാരിച്ചപ്പം ഇവിടെ മറ്റൊന്ന് നടക്കുന്നു. നിന്നോട് ഞാൻ വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പറഞ്ഞത്? എന്റെ അനുജനെ നോക്കിക്കൊള്ളണമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നീ ഇവിടെ നിന്ന് നോട്ടെണ്ണുക. ഭക്ഷണം ആരുണ്ടാക്കുന്നതിന്റെ തന്തയോ?
എന്റെ ഭഗവാനെ, എന്റെ മോനെ കെട്ടാൻ ഈ രാക്ഷസി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കല്യാണം ഞാൻ നടത്തില്ലായിരുന്നു. മമ്മി 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 അവളുടെ കാതിൽ നിന്ന് വിട, അല്ലെങ്കിൽ അത് പറഞ്ഞു വരൂ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നു? പാവാണല്ലേ. പോടാ ഇവിടുന്ന്, പോയി പണി നോക്ക്. മമ്മി ആ? ആ. ആന്റി ആന്റി ആന്റി, ഞാൻ പറഞ്ഞത് സത്യാണ്. നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യാതിരുന്ന. ഞാൻ പറഞ്ഞത് സത്യാണ് ആന്റി. അയ്യോ ആന്റി, ഞാൻ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ലായിരുന്നെ നീ എന്ത് തിന്നും? കേറ്. ഇന്ന് അച്ഛനെ നീ പട്ടിണി കിട്ടില്ലേ? പകരം ഞാൻ നിന്നെ ഇന്ന് പട്ടിണി കിടും. ആരാണോ കഷ്ടപ്പെട്ട് നേരാമണ്ണം സമ്പാദിച്ച് കുടുംബം നോക്കുന്നു, അവര് തരുന്ന ചോറേ ഞാൻ കഴിക്കൂ. ചതിക്കുന്നവരുടെ ചോറ് വേണ്ട. എടുത്തി, ഗുലാബ് സിംഗിന്റെ അടിക്കാരൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിക്കുന്നതിലും ഭേദം വിഷം കഴിച്ച് മരിക്കുന്നതാണ് ഭേദം. നീ എന്തിനാ ഇങ്ങനെ? വേണ്ട എടുത്തി, ദയവ് ചെയ്ത് അവന് പൊക്കി പറയല്ലേ. വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. അവനോട് എന്റെ കൺമുമ്പിൽ നിന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും പോവാൻ പറ. അത് മതി. എന്തിനാ നിങ്ങൾ അവനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവൻ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കിയതാ. അത് മിണ്ടാതെ കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്ത് കുഴപ്പം ഉണ്ടാവാൻ? മതി എടുത്തി, മതി. അവൻ പാപം ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് നിങ്ങളെല്ലാവരും കഴിച്ചോ. പക്ഷെ എന്നെ അതിന് നിർബന്ധിക്കരുത്. കാരണം ഇവൻ എന്റെ മോനല്ല. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇവൻ. ഇവനോട് പറഞ്ഞേക്ക്, എനിക്ക് വേണ്ടി ഇവൻ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇവനിനി എനിക്കൊന്നും ചെയ്യരുത്. സൂരജ്, അവിടെ നിൽക്കും മോനെ. ഇവിടെ എന്തോടാ ചെയ്യുന്നേ? പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരുപക്ഷെ നിന്റെ അച്ഛനൊക്കെ ഇതറിഞ്ഞ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോന്ന്? എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? പൊക്കി അവിടുന്ന്. ഉറപ്പായി നീ ടോപ്പർ ആകണം ഇഷ. ബെസ്റ്റ് ഓഫ് ലക്ക് ഈഷ. എന്നെ കൊണ്ട് അച്ഛന്റെ സ്വപ്നം സഫലമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നീ IAS ആയെന്ന് വെച്ചേക്ക്. അതുകൊണ്ട് ചിലപ്പം അച്ഛൻ എന്നെയും ക്ഷമിച്ചേക്കാം. IAS എക്സാം ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ എനിക്ക് ക്ലിയർ ചെയ്യണം. അച്ഛന് അഭിമാനം തോന്നണം. കം ഓൺ. ഗുലാബ് സിംഗ് സംസാരിക്കുന്ന മാഷേ. ആ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന പയ്യനല്ലേ? ആ അതെ സാർ. അത് മന്ത്രിയുടെ മോനാ മാഷേ. അവനെ പാസ്സാക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ എടുത്തിരിക്കുക. അതുകൊണ്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അതിന്റെ പാട്ടിനങ്ങ് നടന്നോട്ടെ. ആ ശരി സാറേ. എല്ലാവരും അങ്ങോട്ട് എന്തായി നോക്കുന്നത്? എല്ലാവരും അവരവരുടെ പേപ്പറിൽ ശ്രദ്ധിക്കേ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്താക്കും. ഇതിൽ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? പോയി സീറ്റിലിരിക്കാനാ പറഞ്ഞത്. എന്താ ഇവിടെ നടക്കുന്നത്?
ചീറ്റിംഗ് ചെയ്യാൻ നാണോ ആകുന്നില്ലേ? നിന്നിപ്പോ ശരിയാക്കി തരാം. നാണോ ആവുന്നില്ലേ ചീറ്റിംഗ് ചെയ്യുന്നതിൽ? IASന്റെ അർത്ഥമെങ്കിലും അറിയോ നിനക്ക്? ഒരാളെ ചതിക്കാൻ സഹായിച്ചുകൊണ്ട് മറ്റൊരാളുടെ അവകാശം നീ തട്ടിയെടുക്കുന്നേ. ഒരാൾ കാണുന്ന സ്വപ്നമോ നീ തകർക്കുന്നേ. അറിയോ രാത്രികളിലെ കഠിനാധ്വാനം എന്താണെന്ന്? സ്വപ്നങ്ങളുടെ വിലയും. റഹിമ, എന്റെ സ്വപ്നം ഒരു IAS കാരനാവുക എന്നതാ. രാത്രികളിലെ ഉറക്കങ്ങൾ കളഞ്ഞുകൊണ്ടല്ലേ നമുക്ക് സ്വപ്നം നേടാൻ സാധിക്കൂ. IASന്റെ അർത്ഥം എന്താണെങ്കിലും അറിയോ നിനക്ക്? രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഞാൻ IAS കാരനാകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കണ്ടോ, ഞാൻ ഒരിക്കലും നേടിയിരിക്കും. നന്നായിരിക്കുന്നു മോനെ. ഞാൻ പറയാം, ദേശത്തെ സേവിക്കാനായി IAS ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചീറ്റിംഗ് ചെയ്ത് IAS നേടുന്നവന് രാജ്യത്തോടും ചീറ്റിംഗ് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. പക്ഷെ നിന്നെ പോലൊരു ഗുണ്ടയ്ക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 രാമ. എങ്ങനെയാണ് അമ്മ അങ്ങനെ തന്നെ മകളും? പറയ്, നീ എവിടെ പോയത് കള്ളം പറഞ്ഞിട്ട്? നീ കാരണം എന്റെ മോൻ ഈ അവസ്ഥയിലായത്. മകളുടെ ഒരു നുണ കാരണം അമ്മയുടെ വഞ്ചന ഓർമ്മിപ്പിച്ചു. എന്റെ മോൻ വയ്യാതെ കിടക്കുന്നത് നീ കണ്ടോ? അച്ഛാ, ഐ എം സോറി. ഞാൻ അച്ഛനെ ഒട്ടിയാൻ ആഗ്രഹിച്ചതേ ഇല്ല. അച്ഛനൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിച്ചേ. IAS ആയി അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചേ. അച്ഛാ, കള്ളത്തരത്തിന്റെ ലഹരി മയക്കുമരുന്നിനേക്കാൾ മോശമാണ്. ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കൂടുതൽ അത് ആസ്വദിക്കാൻ തുടങ്ങും. സ്വന്തക്കാരെയൊക്കെ അപരിചിതരായി കാണാൻ തുടങ്ങും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ലഹരി എന്റെ തന്നെ വീട്ടിൽ എന്റെ മോൾക്ക് തന്നെ വരുമെന്ന്. അമ്മ, ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകൂ. പുറത്തു പോകാൻ. എന്റെ മോനെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കേ. എന്താ എന്റെ മോനെ കൊന്നിട്ട് പോവുള്ളോ? ഇറങ്ങി ഇവിടുന്ന്. പോ, ഇറങ്ങിപ്പോ. പപ്പ, ഈ നാടകത്തിന്റെ ആവശ്യം എന്താണ്?
ചെവിയിൽ പിടിച്ച് ഒരെണ്ണം കൊടുത്താൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. അതുകൊണ്ടാ നീയും ഞാനുമായത്. കത്തി കൊണ്ട് കുത്തേണ്ട സ്ഥാനത്ത് തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല. അവൾക്ക് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. അവൻ പോയിരിക്കുന്നു. ആ പാവത്തിന് ഇതുപോലും അറിയില്ല ഗുലാബ് സിംഗിന്റെ ഡിക്ഷണറിയിൽ IAS-ന് ഒരർത്ഥമേ ഉള്ളൂ. അത് ഞാനാണ് സകലതും. വളരെ വലിയ തെറ്റ് സംഭവിച്ചു ഏട്ടത്തി. ഇനി മുതൽ അച്ഛന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അച്ഛൻ ഇനി വേദനിപ്പിക്കുകയില്ല. കള്ളത്തരവും ഞാൻ പറയില്ല. പാവക്കുട്ടി, പാവക്കുട്ടി, നിനക്കറിയാമോ ഞാൻ എന്തിനാണ് എപ്പോഴും ഇഷയെ പാവക്കുട്ടി എന്ന് വിളിക്കുന്നത്? അറിയാമോ? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അവളെപ്പോഴും ഒരു പാവക്കുട്ടിയായിട്ടിരിക്കാനാ. അതിന്റെ റിമോട്ട് എന്റെ കൈകളിൽ തന്നെ ഉണ്ടാകണം. ആ എപ്പോഴാണോ ഞാൻ ചിരിക്കാൻ പറയുന്നത് അപ്പോൾ ചിരിക്കണം. എപ്പോഴാണോ കരയാൻ പറയുന്നത് കരയണം. മനോഹരം. ഞാനൊന്നും പറയാത്തപ്പോ ഒരക്ഷരം മിണ്ടാതെ നിന്റെ വായ അടച്ചു പിടിച്ച് ഒരു മൂലക്കിരുന്നോണം. ഇത് ഓർത്തിരുന്നുള്ളൂ പാവക്കുട്ടി. നിന്റെ കരച്ചിൽ, ചിരി, നടത്തം, കിടത്തം, എണീക്കൽ, ഇരിക്കൽ ഇതെല്ലാം എന്റെ കൈകളിലാ. അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ശ്വാസമുള്ള അത്രയും നാൾ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ശ്വാസം എടുക്കാൻ സാധിക്കില്ല. അനിയ, നീ വന്നോ? ഞാൻ ചായ എടുക്കട്ടെ. നോക്ക് ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നു. എവിടെ? എന്റെ കൃഷ്ണ, എന്റെ ഭഗവാനെ, ഇത് പിടിക്ക്. നന്നായി അദ്ദേഹം വീട്ടിലില്ലാത്തത്. അല്ലെങ്കിൽ ഈ പാവത്തിന് വീണ്ടും കുറെ വഴക്ക് കേൾക്കേണ്ടി വന്നനെ. പോലീസിനേക്കാൾ കൂടുതൽ ഉപദ്രവിച്ചേനെ. എന്റെ സൂരജ്, ഇത്രയും മുറിവ് പറ്റിയോ? വന്നേ, വീട്ടിൽ വന്നേ. ചേട്ടാ, ചേട്ടന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞേ. നിക്ക്, അവൻ കുറച്ചു നേരം ഇരിക്കട്ടെ. മോനെ, ആ പോലീസുകാരൻ നിന്നെ ഒന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല വല്യമ്മേ, വല്യമ്മയുടെ സൂരജിനെ അവരൊന്നും തൊട്ടുപോലും നോവിച്ചില്ല. നിക്ക്, നിനക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. മാമൻ പറഞ്ഞത് ഇപ്രാവശ്യം പോലീസ് ഏട്ടനെ പെട്ടെന്ന് വിടുമെന്നാണല്ലോ. UPSC IAS എക്സാമിന്റെ ചീറ്റിങ്ങിനാണ് ഏട്ടൻ കൂടെ നിന്നത്. ഇത്തവണ എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ അധികം നിൽക്കേണ്ടി വരും. ഗുലാബ് സിംഗ് അങ്ങൾ എന്തായാലും മുകളിൽ നിന്ന് അരയിൽ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലെന്നേ, ഇത്രയും ചെറിയ കാര്യത്തിന് മാമനെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? പക്ഷെ ചേട്ടാ, ചേട്ടൻ എങ്ങനെ പോലീസ് ഇത്രയും പെട്ടെന്ന് വിട്ടത്? അയ്യ, ആര് പറഞ്ഞു എളുപ്പത്തിലാണെന്ന്? അവരെ ഞാൻ നിയമപുസ്തകം മുഴുവൻ പഠിപ്പിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു CRPCയുടെ സെക്ഷൻ 57 പ്രകാരം കുറ്റം ചെയ്യാത്ത ഒരാളെയും 2 മണിക്കൂർ കൂടുതൽ ലോക്കപ്പിലിടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പോലീസിനെതിരെ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. കൃത്യം 2 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ലോക്കപ്പ് തുറന്ന് ബഹുമാനത്തോടെ എന്നെ പുറത്തിറക്കി. ദാറ്റ്സ് ഇറ്റ്. വെരി സ്മാർട്ട് അല്ലേ? പക്ഷെ ഏട്ടൻ ഇങ്ങനെ നിയമത്തെ കുറിച്ചൊക്കെ ഇത്ര നന്നായിട്ട് അറിയാം. എനിക്ക് ക്രൈമിൽ PhD ഒക്കെ ഉള്ളതല്ലേ? PhD? ആദ്യത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ ഗ്രാജുവേഷൻ, രണ്ടാമത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ മാസ്റ്റേഴ്സ്, പിന്നെ വീണ്ടും അകത്ത് പോയപ്പോൾ PhD. നിന്റെ ചേട്ടൻ നിയമം തെറ്റിച്ച് ഉള്ള നിയമങ്ങളെല്ലാം
ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ വിചാരിക്കുന്നതേ പാർട്ട് ടൈമായി വക്കീലായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്താലോ എന്നാ. എന്താ അഭിപ്രായം? വലിയമേ, നീ ആദ്യം ഇത് പറ മോനെ. നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്തത് ആരാ? അതാദ്യം പറയേ. പറയടാ. അതെ വല്യമ്മേ, അതൊക്കെ വിട്. ആദ്യം വല്യമ്മ ഇത് പറ, ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന എന്താ? വല്യമ്മ ജോലിക്ക് പോകുന്നില്ലേ? അമ്മയെ വഴക്ക് പറഞ്ഞ 4 ദിവസത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക അവരുടെ റാണിയായ മകള്. സത്യമായിട്ട് ഞാൻ പറയോ, കുട്ടികളുടെ കല്യാണത്തെ പറ്റി ഓർത്തില്ലായിരുന്നെങ്കിൽ ആ നശിച്ചവന്റെ ജോലി വിട്ടിട്ട് എപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ അവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ എനിക്ക് 2 കൊടുക്കാനാ തോന്നുന്നത്. ഇങ്ങനെ 2 വെച്ച് 200 അടി കൊടുത്തു കഴിഞ്ഞു സ്വപ്നത്തില്. അമ്മയുണ്ടായിരുന്നെങ്കിൽ സംസ്കാരം പഠിപ്പിക്കായിരുന്നു. അമ്മയില്ല, അപ്പൊ ശരിക്കുള്ള സ്വഭാവം കാണിക്കാലോ. ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയും കറിയാ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നെ. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എന്റെ വല്യമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ് ഇതുവരെ നന്നാവാതെ ഇരുന്നിട്ടുള്ളത്? സൂപ്പർ ആയിരിക്കും. കൊള്ളാം 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 കൊള്ളാം. വിരുന്ന് നടക്കുകയാണല്ലോ. ചേട്ടത്തെ നന്നായിട്ട് വിളമ്പി കൊടുക്ക്. വളരെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ ഇദ്ദേഹം. ഇതെന്താ വെറും ചപ്പാത്തിയും കറിയും മാത്രമോ? ഇത്രയേ ഉള്ളോ? കുറച്ചുകൂടെ കട്ടിയുള്ള എന്തെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നോ? അറിയില്ലല്ലോ, ജയിലിൽ ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലും ഒക്കെ ചോദിച്ചു എന്ന്. അനിയ, അവനെ സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ അനുവദിക്കേ. എന്ത് പറയാനുണ്ടെങ്കിലും പിന്നീട് പറയാം, എന്നാലല്ലേ അവൻ കേൾക്കൂ. പുറത്തുള്ളവർ പറയുന്നത് കേട്ട് ശീലിച്ചവൻ വീടിനകത്തുള്ളവർ പറയുന്നത് എന്തിനു കേൾക്കണം? ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല ഈ കാര്യങ്ങളൊന്നും. ശരിയാ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ തന്നെയല്ലേ താങ്കൾക്ക് കുറി തൊട്ട് ആരതി ഒഴിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ചത്? നല്ലത് ഭവിക്കട്ടെ, ചെല്ല്. പോയി ഗുണ്ടായിസം കാണിക്കുന്ന, ആരുടെയെങ്കിലും ഒക്കെ തലയെടുക്കുന്ന, കുടുംബത്തിന്റെ പേരുയർത്തുന്ന. നിനക്ക് നാണമില്ലേ? നിനക്ക് നാണമായില്ലേ കുട്ടികളെ ചതിക്കാൻ സഹായിച്ചപ്പോ? എന്തു വിചാരിക്കും നാട്ടുകാർ? എന്തു പറയും? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഇവൻ. ഒരാൾക്ക് കിട്ടുന്ന ജോലിയിലെ അയാൾക്ക് ചെയ്യാൻ നീ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. മോനെ സൂരജ്, അതെ, ഒന്ന് നിൽക്കൂ. ആരെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തുവനെ. കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ 4 പേരുടെ തല അടിച്ചു പൊട്ടിക്കാൻ എങ്ങനെ ശക്തി കിട്ടും? മോനെ സൂരജ്, ആഹാരം കഴിച്ചിട്ട് പോ. എന്റെ വയറ് നിറഞ്ഞു വല്യമ്മേ. നിന്നെ പോലൊരു സ്റ്റുഡന്റ് ഈ കോളേജിനും നിന്റെ അച്ഛനമ്മമാർക്കും മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ കളങ്കമാണ്. അച്ഛാ, എന്നോടുള്ള ദേഷ്യത്തിൽ മരുന്ന് കഴിക്കാതിരിക്കരുത്. അച്ഛന്റെ പാവക്കുട്ടിയോട് ക്ഷമിക്കൂ. അച്ഛന്റെ സ്വപ്നമായിരുന്നില്ലേ ആരവനെ IAS ആക്കുക എന്നുള്ളത്? അപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ IAS ആയ നീ IAS ആവണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നീ മാത്രമേ IAS ആകൂ. ആക്സിഡന്റിന് ശേഷം ധൈര്യം കൈവിട്ട് നീ എന്നെ നിരാശപ്പെടുത്തി. ഇപ്പോൾ നിന്റെ ആഗ്രഹം പാവക്കുട്ടിയെ കൊണ്ട് IAS എടുപ്പിച്ച് അവളെ IAS ആക്കണമല്ലേ? നീ എന്താ വിചാരിച്ചേ? നിന്റെ അച്ഛൻ ഈ തീരുമാനത്തോട് യോജിക്കുമെന്നാണോ? ഈ വീട്ടിൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുമെന്നും എന്താകുമെന്നും തീരുമാനം എടുക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ മാത്രമാണ്. ഞാൻ. നോക്ക്, നിന്റെ ചേട്ടനെ നോക്ക്. എന്റെ ഇഷ്ടത്തിനാണ് അവൻ വക്കീലായത്. എന്റെ ആഗ്രഹത്തിനാണ് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നിനക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്റെ സഹോദരിയെ കൊണ്ട് എന്നെ വേദനിപ്പിക്കാൻ നോക്കുന്നു അല്ലേ? പിന്നെ നീ
ഇതുവരെ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന എന്താണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ. പെൺകുട്ടികളുടെ ജോലി എന്താണെന്ന് അറിയാമോ? വീട് നോക്കി നടത്തല, അല്ലാതെ ചുറ്റി നടത്തമല്ല. 2 കുടുംബങ്ങളുടെ അഭിമാനമോ പെൺകുട്ടി. നീ മറ്റൊരു കുടുംബത്തിൽ പോയി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഈ വീട് ഗുലാബ് സിംഗിന്റെ വീടാണ്. ഞാനാണ് നിങ്ങളുടെ എല്ലാം വിധികർത്താവ്. ഞാൻ മോളെ, ഈ വർഷം ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ ചിരി എനിക്ക് കേൾക്കണം. മനസ്സിലായോ? എനിക്ക് അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ മണമുള്ള ആഹാരം കഴിക്കുന്നതാണ് ഇഷ്ടം. അതിൽ അധ്വാനത്തിന്റെ ഗന്ധമുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ തലയെടുക്കുന്ന കുടുംബത്തിന്റെ പേരുയർത്തുന്ന നിനക്ക് നാണമില്ലേ? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഇവൻ. സൂരജ്, എന്താ ഇത്? ആ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കാൻ എന്താണെന്ന് കണ്ടില്ലേ? അത് ഞാൻ നിന്റെ മുഖമാണ് വായിച്ചത്. അതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് നീ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇത് പിടിക്ക്, അമ്മ അറിയാതെ എടുത്തോണ്ട് വന്നതാ. ആ ഡി വിദ്യ, ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചെന്ന് നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്ക് കേട്ടോ. പിന്നെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് കതകും ജനലും ഒക്കെ അടച്ചിരുന്നോണം. ഇനി മേലെ നീ അവിടെ നിന്നോണ്ട് സൂരജിന്റെ മുഖം നോക്കി ഞാൻ ഉറങ്ങ. ഇനി ഇവന്റെ അടുത്ത് അങ്ങനെ വന്ന നിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ നിന്നെ അവിടുന്ന് താഴേക്ക് തള്ളിയിടും. വിദ്യ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നീ ഇനി എന്റെ ബോഡി കടാൻ പോവാണോ? ആയല്ലേ പറ്റൂ. പിന്നെ നിന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ. വെറുതെ ബോർഡും പിടിച്ച് അവിടെ നിൽക്കുകയല്ലേ. അവൻ എന്താ എന്നെ തടയാത്തെ? നിക്ക്, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്കുണ്ടാക്കിയ പായസം ഇത്. വേഗം കുടിച്ചിട്ട് അഭിപ്രായം പറയും. കൊള്ളാലോ, ഇത്രയും കൈപ്പോടെ സംസാരിക്കുന്ന വേറൊരാൾക്ക് മധുരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഏയ്, വേറൊരാളെന്ന് ചാരാ? നീ കഴിക്കുന്നോ അതോ ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് വാരിത്തരണോ? വേണ്ട വേണ്ട, നീ അവിടെ വെക്ക്, ഞാൻ എടുത്ത് കഴിച്ചോളാം. അയ്യോ സാർ, പറയൂ സാർ. ശ്രദ്ധയോടെ കേൾക്കൂ സൂരജ്. ശരി സാർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അത് പായസം കുടിച്ചിട്ട് പോ. അത് പിന്നെ കഴിക്കാം. നിനക്കറിയാലോ, എന്നെ സംബന്ധിച്ച് സാറിന്റെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പായസമല്ല, ലോകം മുഴുവൻ ഉപേക്ഷിക്കും. ഒരു പക്ഷെ ഞാൻ ഈ ലോകത്തെ ആദ്യത്തെ പെൺകുട്ടിയായിരിക്കും ഈ വേറൊരാളെ അങ്ങനെ തന്നെ സ്വീകരിച്ചവൾ. എന്തായാലും നോക്കാം എത്ര നാളെ എനിക്കിങ്ങനെ കാത്തിരിക്കണമെന്ന്. നീയോ? ഇത്രയും വലിയ ഗുണ്ടയായ നിന്നെ പോലീസ് എങ്ങനെ വെറുതെ വിട്ടു? ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. പക്ഷേ അച്ഛാ, ഇയാള് ഗുണ്ടയാ. നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് അറിയാം പാവക്കുട്ടി. ഇവൻ ഗുണ്ടയൊന്നുമല്ല. ഇവൻ ഈ ലോകത്തുള്ള എല്ലാ തിന്മയിൽ നിന്നും നിന്നെ രക്ഷിക്കും.
ഞാൻ ഇവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വരൂ, വണ്ടിക്ക്. എന്നാലും അച്ഛ, പാവക്കുട്ടി, ഞാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയിരിക്കാൻ. സൂരജ്, എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ജോലി അത് നീ ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഞാനൊരു പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം തകർത്തേക്കാം, പക്ഷെ സാറിനോടുണ്ടാവില്ല. നല്ലത്, പോയിട്ട് വാ. രാമ 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 രാമ. അതെ, നീ എന്താ ചെയ്തത് മോനെ? പൂച്ചയുടെ കയ്യിലാണോ പാല് സൂക്ഷിക്കാൻ കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനെയാണോ നീ ഇഷയുടെ ബോഡി ഗാർഡ് ആക്കിയത്? ഈ ചെറുപ്പക്കാരൻ പൂർണ്ണമായിട്ട് ഒരു ബ്രഹ്മചാരിയാണമേ. അവൻ എന്തായാലും പാവക്കുട്ടിയെ സംരക്ഷിച്ചോളൂ. എന്നാൽ ഒരിക്കലും തല ഉയർത്തി അവൻ അവളെ നോക്കില്ല. വണ്ടി നിർത്തിയേ. എന്തുപറ്റി? ഞാൻ പറഞ്ഞില്ലേ വണ്ടി നിർത്താൻ. അല്ലെ, എവിടെ പോവാ? നിക്ക്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇഷ ചേച്ചി ഒരിക്കലും താമസിക്കില്ലെന്ന്. ഹായ്. ഇഷ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, ഇനി എവിടെ പോകുന്നേ? നിനക്കെന്താ? നീ ബോഡി ഗാർഡ് അല്ലേ? എന്റെ ബോസ് ആകാനൊന്നും നോക്കണ്ട. മാമനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. വാവ്, മാമനോ? എത്ര പെട്ടെന്നാ നിനക്ക് ബന്ധങ്ങളൊക്കെ ആയ. അദ്ദേഹത്തിന് അറിയില്ല നീ ഇത്ര വലിയ ഗുണ്ടയും നീചനും ആണെന്ന്. അദ്ദേഹം അത് അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ നിഴലിന് പോലും എന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ദയവായിട്ട് വണ്ടിയിലോട്ട് കയറും. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. എന്റെ ചെവി കേട്ടൂടെ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ കൂടെ ഒരിടത്തും വരുന്നില്ലെന്ന്. നീ പോയി നിന്റെ പണി നോക്ക്. എന്റെ പണി തന്നെയാ ഞാൻ ചെയ്യുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് വന്ന് വണ്ടിയിൽ കയറ്. ഞാൻ ഒരിടത്തും വരുന്നില്ല. വരുന്നുണ്ടോ അതോ ഞാൻ മാമനെ വിളിക്കണോ? ഞാൻ ഇല്ല, പറയാണ്, വന്നില്ലെങ്കിൽ ഞാൻ മാമനെ വിളിക്കും. ഇല്ല ഇല്ല ഇല്ല. സമ്മതിച്ചു കൊടുത്തൂടെ? സ്നേഹത്തോടല്ലേ ഇത്രയും പൂക്കള് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അത് പോട്ടെ, ബാക്കി വഴക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് വീട്ടിനകത്ത് മതി. ഇയാൾ എന്റെ ഹസ്ബൻഡ് ആണെന്നോ? ഒരിക്കലും ഭാര്യയോ? ഇതെന്റെ ഭാര്യയൊന്നുമല്ല. ब्रह्मचारी